ആദ്യമായിട്ട് നമ്മുടെ ഇപ്പോൾ ചെയ്ത മെഡിറ്റേഷനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ സാധാരണ പല കാര്യങ്ങളും ചെയ്യാറുണ്ടാകും. നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൽ പലതും നമ്മുടെ മനസ്സിൽ നമ്മൾ വളരെ ക്ലിയറായൊരു പിക്ചർ കണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്വപ്നങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ, എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, ഞാൻ എന്തൊക്കെ നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ വഴികളും നമുക്ക് തുറന്നു തരുന്നത് പല തരത്തിലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും, പല രീതിയിലുള്ള വ്യക്തിത്വങ്ങളായിരിക്കും. ചില വിജയങ്ങളിലേക്കെല്ലാം നമ്മെ നയിക്കുന്നത് ഏതെങ്കിലും ഒരു കാഷ്വൽ ടോക്കിനിടക്ക് നമ്മളോട് ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ചെറിയൊരു പ്രോത്സാഹനം നമുക്ക് നൽകിയ ആരെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മെ ചില വിജയങ്ങളിലേക്കൊക്കെ അപ്രതീക്ഷിതമായിട്ട് നയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ വിജയങ്ങളും നമ്മളിങ്ങനെ ഇടയ്ക്കിടെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയും അതിന് വഴിയൊരുക്കിയവർക്കെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുകയും ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് സൂപ്പർ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ്. നമുക്കറിയാം, ഇൻ ശക്കർത്തും ല അസീദന്നക്കും എന്നാണ് പടച്ച റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്തു തന്നിട്ടുള്ളത്. നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ, നന്ദിയുള്ളവരാവുകയാണെങ്കിൽ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടേയിരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ടൂൾ. നമുക്കെന്തും വർദ്ധിപ്പിച്ചെടുക്കാനുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേടിയെടുത്ത വിജയങ്ങൾ എത്രയായാലും, എത്ര ചെറുതാണെങ്കിലും, ഇത്രയും കഴിഞ്ഞ കാലത്തെ ജീവിതത്തിനിടക്ക് നമ്മുടെ ജീവിതത്തിൽ പല വിജയങ്ങളും നാം നേടിയെടുത്തിട്ടുണ്ടാകും, പല ലക്ഷ്യങ്ങളും നാം സഫലമാക്കിയെടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം? നമ്മുടെ മനസ്സിൽ അതിന് വഴിയൊരുക്കിയവരെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് കണ്ട് അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ടെങ്കിലും താങ്ക് യു സോ മച്ച് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ചെറിയൊരു ഭാഗമായിരിക്കും അത്. വിഷയം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ല, എന്നാലും മെഡിറ്റേഷൻ പറഞ്ഞതിനിടക്ക് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് വഴിയൊരുക്കിയ, നമ്മുടെ വിജയത്തിനും ജീവിതത്തിനും വഴിയൊരുക്കിയ ആൾക്കാർക്കെല്ലാം നമ്മളിങ്ങനെ നന്ദി പറയുന്നുണ്ടെങ്കിൽ, മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിലൂടെ സ്ഥിരമായിട്ട് നമ്മുടെ എഴുത്തിലൂടെ നാം നന്ദി പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിജയങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനങ്ങളെയും സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനമാണ്. അപ്പോൾ നമ്മുടെ വിജയങ്ങളെ വർദ്ധിപ്പിച്ചെടുക്കാൻ നാം ചെയ്യേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനിടക്ക് നാം പലപ്പോഴും മറന്നു പോകാറുള്ളൊരു കാര്യമാണ് നേരത്തെ മെഡിറ്റേഷൻ ഇടയ്ക്ക് നമ്മൾ ചെയ്ത ഒരു കാര്യം, അഥവാ നമ്മുടെ സെൽഫിന് നാം നന്ദി പറയുക. നമ്മുടെ സെൽഫിന് നാം നന്ദി പറയുക. നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമുക്ക് വേണ്ട പ്രചോദനം ഉള്ളിൽ നിന്ന്, നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഉള്ളിൽ നിന്നൊരു സ്പാർക്ക് വരുന്നില്ല എന്ന് പറയാറുള്ള ആ വാക്ക് സത്യത്തിൽ നമ്മുടെ എല്ലാ വിജയത്തിലേക്കും നമ്മെ നയിച്ചിട്ടുണ്ടാവുക നമ്മുടെ ഉള്ളിൽ നിന്ന് സെൽഫ് മോട്ടിവേറ്റീവായിട്ട് വന്നിട്ടുള്ള ചില പ്രചോദനങ്ങളായിരിക്കും, അപ്രീസിയേഷനുകളായിരിക്കും. നമുക്ക് തന്നെ ഞാനിതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് കൊണ്ടു നടന്ന ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സെൽഫ് നമ്മളെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ് ചില കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് മനസ്സ് നമ്മോട് പറയും അത് ചെയ്യണ്ട. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ പറയും ഇത് നീ ചെയ്യേണ്ടതാണ്, ഇത് നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വരുന്നുണ്ടാകും. ആ വിളിയാളത്തെ നാം കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും നമ്മെ ഇടയ്ക്കിടെ ഇങ്ങനെ ഒരു ഉൾപ്രേരണകളിലൂടെ, ഒരു ഇൻറ്റ്യൂഷനിലൂടെ നമ്മെ ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ചിലപ്പോഴെങ്കിലും നാം അക്കാര്യത്തെക്കുറിച്ച് അശ്രദ്ധരാവാറുണ്ടെങ്കിലും നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയവും അത് തന്നെയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ടാകും.
നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ടാകും. എല്ലാം ഇവിടെ സംവിധാനിച്ച് വെച്ചിരിക്കുന്നതും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടികർമ്മവും നിർവഹിക്കപ്പെട്ടിട്ടുള്ളതും പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഇവിടെ ഒരു ചെറിയ അതിസൂക്ഷ്മമായൊരു ജീവിയെ പടച്ചതമ്പുരാൻ പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലും ഈ ജീവിതത്തിൽ അതിൻ്റെ ഏറ്റവും ഹ്രസ്വമായ ജീവിതമായിരിക്കും. ചില പ്രാണികളുടെയും ചില ജീവികളുടെയും ഒക്കെ അവരുടെ ലൈഫ് ടൈം എത്രയാണെന്ന് നോക്കിയാൽ വളരെ കുറഞ്ഞ ആയുസ്സേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മെപ്പോലെ വർഷങ്ങളുടെ ആയുസ്സില്ല. ചിലപ്പോൾ നിമിഷങ്ങളുടെ ആയുസ്സിന് വേണ്ടി പടക്കപ്പെടുന്നവർ, മിനിറ്റുകളുടെ ആയുസ്സിന് വേണ്ടി പടക്കപ്പെടുന്ന സൃഷ്ടിജാലങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എന്ന് വെച്ച് അതിനൊന്നും ലക്ഷ്യമില്ല എന്നല്ല. എല്ലാ സൃഷ്ടികർമ്മത്തിനും കൃത്യമായ ലക്ഷ്യം പടച്ച റബ്ബ് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ എന്ന് പറയുന്നുണ്ട്. ഇൻദഹു എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ അടുത്ത് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് വെച്ചിട്ടാണ് അവൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മെ അള്ളാഹു പടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നമ്മെക്കൊണ്ട് മാത്രം നിർവഹിക്കാൻ പറ്റുന്ന ചില പർപ്പസുകൾ അവൻ കണ്ടുവച്ചിട്ടുണ്ടാകും. അതെന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരിക്കൽ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഖദർ ഖളാ ഒക്കെ എഴുതപ്പെട്ടതല്ലേ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിച്ച സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുന്നത് ഇഅ്മലു ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഇഅ്മലു ഫകുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. നിങ്ങൾ അമൽ ചെയ്തോളൂ, നിങ്ങൾ പ്രവർത്തിച്ചോളൂ. കാരണം ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ സൃഷ്ടിയും മുയസ്സറുൻ, അവർ എളുപ്പമാക്കപ്പെട്ടവരായിരിക്കും. എന്തിനാണോ അവർ സൃഷ്ടിക്കപ്പെട്ടത് അതിനു വേണ്ടി. ഓരോ ആൾക്കാരും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവുക. ആ ലക്ഷ്യം അവർക്ക് എളുപ്പമാക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അവരെ സൃഷ്ടിച്ച ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ഡിവൈൻ പർപ്പസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം എന്താണ് എന്ന് 1 minute. നമ്മുടെ എല്ലാം ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നമുക്കറിയണമെങ്കിൽ നാം ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 2-3 കാര്യങ്ങൾ നാം ഒന്ന് ചെക്ക് ചെയ്ത് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ലൈഫ് പർപ്പസ് എന്തായിരിക്കുമെന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ വ്യക്തികൾക്കും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വ്യക്തികൾക്കും അവരുടേത് മാത്രമായ ചില പർപ്പസുകൾ ഉണ്ടാകും. ചിലതൊക്കെ എടുത്തു നോക്കുമ്പോൾ ചെറിയ ചെറിയ സാമ്യങ്ങളൊക്കെ കാണാൻ പറ്റും, സിമിലറായിട്ട് തോന്നും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓരോ വ്യക്തിയുടെയും ലൈഫ് പർപ്പസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അധ്യാപനം എന്നുള്ളത് ഒരു ജോലിയാണെങ്കിൽ ആ ജോലി തന്നെ നിർവഹിക്കുന്ന പലരിലൂടെയും നമുക്ക് കിട്ടുന്നത്, നമ്മെ പഠിപ്പിച്ച അധ്യാപകരൊന്ന് എടുത്തു നോക്കിയാൽ മതി. നമ്മെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടാവുക അറിവ് പകർന്നു തരിക എന്നൊരു മഹത്തായ കർമ്മമായിരിക്കും. എന്നാൽ തന്നെയും അവരിൽ നിന്നെല്ലാം നമ്മൾ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടാകും. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതേപോലെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരേ പോലെയാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ തന്നെയും വ്യത്യസ്തതകളുടെ ഒരു വലിയ ലോകം തന്നെ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ കണ്ടെത്താൻ പറ്റുന്നതേയുള്ളൂ. പറഞ്ഞു വരുന്നത് എല്ലാ വ്യക്തികളുടെയും ഡിവൈൻ പർപ്പസ്, ജീവിതത്തിൻ്റെ പർപ്പസ് വ്യത്യസ്തമായിരിക്കും. അത് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതുമായിരിക്കും. അപ്പോൾ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, ഓരോരുത്തരും അവരുടെ ലൈഫ് പർപ്പസ് എന്താണോ അതിനു വേണ്ടി അവർക്കുള്ള വഴികൾ എളുപ്പമാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ, ഈ കംഫർട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ 2-3 തലങ്ങളുണ്ടാകും. ചില നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും. എന്നാൽ ചിലത് നമ്മൾ എത്ര ചലഞ്ചിങ് ആയ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്തിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാകും. ആ ചലഞ്ച് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്കൊരു കംഫർട്ട് വരുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ചലഞ്ചായിട്ട് ഏറ്റെടുക്കാറില്ലല്ലോ.
ചില കാര്യങ്ങൾ നാം ചലഞ്ചായിട്ട് ഏറ്റെടുക്കുമ്പോൾ നമുക്കത് വളരെ എളുപ്പമായി മാറുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പിന്നെ പിറകോട്ടൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അത്രയേറെ ഈസി ആയിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അതേ കാര്യം തന്നെ മറ്റുള്ളവർ ഒരു പക്ഷേ നമ്മോട് പറഞ്ഞിട്ടുണ്ടാകും, എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ ഖുർആൻ പാരായണം ഒന്ന് എടുത്തു നോക്കാം. ഖിറാഅത്ത് ഏറ്റവും നല്ല ഖിറാഅത്ത്, ഏറ്റവും സ്മൂത്തായ സൂത്തിങ് ആയിട്ടുള്ള ഖിറാഅത്ത് ആരുടേതായിരിക്കുമെന്ന് നോക്കിയാൽ അത് ഹാഫിലിങ്ങളുടെ ഖിറാഅത്തായിരിക്കും. ഹാഫിലിങ്ങൾ ഓതുമ്പോൾ നമുക്ക് അവരുടെ ഓത്തിൽ നിന്ന് തന്നെ ഒരു സോഫ്റ്റ്നെസ് മനസ്സിലാകും. വളരെ നമ്മൾ ചില അക്ഷരങ്ങളൊക്കെ വളരെ റിസ്ക് എടുത്തിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് മഖ്റജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതെങ്കിൽ ഹാഫിലിങ്ങളുടെ ഓത്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ടായിരിക്കും അവരങ്ങനെ ഓതിപ്പോകുന്നുണ്ടാവുക. അവരുടെ ഓത്ത് നമുക്ക് കേൾക്കാനുള്ള ഒരു രസം തന്നെ, ഒരു ആസ്വാദനം തന്നെ എന്താണ്? ഈ പറയപ്പെട്ട ആ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ഒഴുക്കാണ്. ആ ഒഴുക്ക് ഒരു ഫ്ലോ സ്റ്റേറ്റിലായിരിക്കും അവരുടെ കാര്യങ്ങൾ നടക്കുക. ഒരു ഉദാഹരണം മാത്രം. ഇതേപോലെ ചില കാര്യങ്ങൾ നമുക്ക് റിസ്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ പർപ്പസ് അതാണെങ്കിൽ അത് അവർക്ക് എളുപ്പമായിട്ടുണ്ടാകും. കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. അപ്പോൾ വ്യക്തികൾക്ക്, ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയിട്ടുള്ള ഡിവൈൻ പർപ്പസിലേക്ക് അവർക്ക് വഴി എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. ഇനി നമുക്ക് ചില സമയത്തൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, എന്താണ് എൻ്റെ ഡിവൈൻ പർപ്പസ്? എന്നിലൂടെ എന്നെ പടച്ചവൻ എന്ത് ലക്ഷ്യമാണ് കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ടാകും. ഇവിടെ നമ്മൾ ഏറെക്കുറെ എല്ലാവരും വായിച്ചിട്ടുള്ള കഥയായിരിക്കും ആൽക്കമിസ്റ്റ്, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. സാന്റിയാഗോയുടെ കഥ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ നിയോഗങ്ങളുണ്ടാകും. ഈ നിയോഗങ്ങളിലേക്ക് അവരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടാകും. ചിലരൊക്കെ ജീവിതത്തിൻ്റെ നിയോഗം എന്താണെന്ന് മറന്നു പോകുന്നുണ്ട്. ജീവിതത്തിൻ്റെ നിയോഗം എന്താണെന്ന് മറന്നു പോവുകയും ഏതെങ്കിലും ഒരു സർക്കിളിലേക്ക് എത്തിപ്പെട്ടാൽ അവിടെ അവരുടേതായ ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോവുകയും ചെയ്യുന്ന രീതിയും കാണാം. അങ്ങനെ ചിലർ ജീവിതത്തിൻ്റെ പർപ്പസ് മറന്നു പോകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെത്ര പഠിച്ചതാണെന്നുണ്ടെങ്കിലും, ഉദാഹരണത്തിന് ഒരു പ്രത്യേകമായ വിദ്യ അഭ്യസിക്കാൻ പോകേണ്ടിയിരുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ അയാളുടെ പർപ്പസ് ആയിട്ടുള്ളതല്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് അയാൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് അധ്വാനിക്കുന്നതാണെന്നുണ്ടെങ്കിൽ തന്നെയും ആ വഴി എത്ര ശ്രമിച്ചാലും എളുപ്പമാകാത്തൊരവസ്ഥ കാണാൻ പറ്റും. എത്ര ശ്രമിച്ചിട്ടും അതിലൊരു ഈസിനെസ്, നമ്മൾ പറയില്ല ചില കാര്യങ്ങൾക്കൊരു നാക്കുണ്ട് എന്ന് പറയില്ല, അങ്ങനെ ഒരു നാക്കോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ അവർക്ക് വരാത്തൊരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ അത് അവരുടെ ലൈഫ് പർപ്പസ് അല്ല. ഇത് ചിലപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഈ അറിവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അത് ഇരുതല മൂർച്ചയുള്ളൊരു വാളായിരിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ലൈഫ് പർപ്പസ് അല്ല, അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ടേച്ച് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറി സഞ്ചരിക്കാൻ ഈ ഒരു അറിവിനെ വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അതൊരു എക്സ്കേപ്പിസമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്ന രീതിയാണ്. നേരെ മറിച്ച് ഒരാൾ അയാളുടെ ഡിവൈൻ പർപ്പസ് ആലോചിക്കുകയാണെങ്കിൽ, അതിനെ പിന്തുടരാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ എങ്ങനെ എൻ്റെ ഡിവൈൻ പർപ്പസുമായിട്ട് കണക്റ്റ് ചെയ്യാം, റിലേറ്റ് ചെയ്യാം എന്നാലോചിക്കുകയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ എൻ്റെ ലൈഫ് പർപ്പസുമായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യിപ്പിക്കാം. ഈ കണക്ഷൻ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുടെ കണക്ഷൻ ഒന്നുകൂടി നമ്മുടെ എല്ലാവരുടെയും പിന്നിലേക്കൊന്ന്, ജീവിതത്തിൻ്റെ പിന്നോട്ടൊന്നിങ്ങനെ ഓടിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ആ സംഭവം സംഭവിച്ച ആ കാലത്ത് ഇതിൻ്റെ യഥാർത്ഥ വശം എന്തായിരുന്നു എന്ന്, എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും ആ സമയത്ത് നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇക്കാര്യം സംഭവിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും അന്ന് നമുക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലെ വെളിപാടുകൾക്ക് തെളിച്ചം വന്ന് തുടങ്ങിയ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കത്തുന്നുണ്ടാകും, അന്നത് സംഭവിച്ചത് ഇന്നതിനായിരുന്നു അല്ലേ, ഇന്നൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നല്ലോ അക്കാര്യം സംഭവിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ട് ഉള്ള ഒരു അനുഭവം നമുക്ക്
അനുഭവിച്ചിട്ടുണ്ടാകും എല്ലാവരും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ പല സംഭവങ്ങൾക്കും നമ്മൾ ഇന്നുള്ള ഒരവസ്ഥയുമായിട്ട് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒരു ഒരു വെളിപാട് പോലെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ, നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കാര്യങ്ങൾ നമ്മെ നമ്മുടെ പർപ്പസിലേക്ക് ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പുകളായിരിക്കും. ഒരിക്കലും എൻ്റെ ഡിവൈൻ പർപ്പസ് 100ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് 1 മുതൽ 99 വരെയുള്ള സ്റ്റെപ്പുകളെ ഞാൻ മാറ്റി നിർത്തുന്നു എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. 1ാമത്തെ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തുകയും 2ാമത്തേതിനെ ഉപയോഗിച്ചിട്ട് 3ാമത്തേതിലേക്ക് എത്തുകയും അങ്ങനെ കയറി 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 ഓരോന്നിൽ നിന്നും അടുത്തൊരു ലെവൽ, നെക്സ്റ്റ് ലെവൽ എന്നുള്ളതായിരിക്കണം എപ്പോഴും നമ്മുടെ ഒരു ചിന്ത. ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും എങ്ങനെ എൻ്റെ ലൈഫിനെ എങ്ങനെ നെക്സ്റ്റ് ലെവൽ, ബിസിനസ്സിലാണെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാം, ഒരു സ്റ്റുഡൻഷിപ്പിലാണ് നമ്മളുള്ളതെങ്കിൽ എൻ്റെ സ്റ്റുഡൻഷിപ്പിനെ, എന്നിലെ വിദ്യാർത്ഥിയെ എങ്ങനെ നെക്സ്റ്റ് ലെവൽ ഒരു സ്റ്റുഡൻ്റാക്കി മാറ്റാം, എന്നിലെ കഴിവുകളെ ഒരു ആർട്ട് വർക്കറാണെന്നുണ്ടെങ്കിൽ എന്നിലുള്ള കലയെ, എന്നിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്ന ഈ കഴിവിനെ എനിക്കെങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, മനിസ്തവ യോമാഹു ഫഹുവ മഗ്ബൂനുൻ. ഒരാളുടെ 2 ദിവസം ഒരേപോലെയാണ് എങ്കിൽ, ഒരാളുടെ 2 ദിവസം ഒരേപോലെയാണെങ്കിൽ അയാൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഒരാളുടെ 2 ദിവസവും ഒരേപോലെയാണെങ്കിൽ അയാൾ വഞ്ചിക്കപ്പെട്ടവനാണ്. ഇന്നലത്തെ പോലെ തന്നെ ഒരു മാറ്റവുമില്ലാത്ത അവസ്ഥയിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെല്ലാം ഒരേ രീതിയിലായിരിക്കും. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ സമയത്തേക്കും ചെയ്യുന്ന കാര്യങ്ങൾ ടൈം ബൈ ടൈമായിട്ട് നമ്മളിങ്ങനെ ചെയ്തു പോകുന്നു. പക്ഷേ അതിൽ നമ്മുടെ ബോധതലത്തിൽ ചിലതിൽ മാറ്റം വന്നിട്ടുണ്ടാകും. ഇന്നലെ ചെയ്തതുപോലെ ആവില്ല ഇന്ന് നാം ചെയ്തത്, ഇന്നലെ നിസ്കരിച്ചതുപോലെയാകില്ല ഇന്ന് നാം നിസ്കരിച്ചത്, ഇന്നലെ നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നമ്മൾ കണ്ടതുപോലെയാകില്ല ഇന്ന് കാണുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എപ്പോഴും എല്ലാ കാര്യത്തിലും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ മൊത്തമായിട്ട് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കണം? നമ്മുടെ ജീവിതത്തിനെ ഓരോ പാർട്ടാക്കി വെച്ചിട്ട് നമ്മുടെ ഫാമിലി ലൈഫിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാം, എന്നിലുള്ള ഒരു അറിവന്വേഷണം ഉണ്ടാകും എല്ലാവരുടെയും ഉള്ളിൽ. അത് പ്രായഭേദമന്യം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു അന്വേഷണമാണ്. ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഏതൊക്കെയോ അറിവിനെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാകും. അതിന് നമ്മൾ പറയാറുണ്ടല്ലോ, ചില സമയത്തായിരിക്കും ഉള്ളിലൊരു ഫയർ കാണാൻ പറ്റുക, ആ ഫയറിൽ പിടിച്ചിട്ട് നമ്മൾ കയറിക്കൊള്ളാമെന്ന് പറയാറില്ല. ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു സ്പാർക്കിനെ അങ്ങനെ പിടിച്ചു കയറി അങ്ങനെ പോകുന്നൊരവസ്ഥ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലുള്ള ഈ കണക്റ്റ് ചെയ്തിട്ട് ഓരോന്നിനെയും കണക്റ്റ് ചെയ്ത് നമ്മൾ എത്തിക്കുമ്പോൾ, ഓരോ ഫാമിലി ലൈഫ് ഒരു ഭാഗത്ത്, സ്റ്റുഡൻഷിപ്പ് അറിവന്വേഷിയാകുന്ന ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് നമ്മുടെ സൗഹൃദ വലയത്തെ എങ്ങനെ നെക്സ്റ്റ് ലെവൽ, അങ്ങനെ ഓരോന്നിനെയും നമ്മളൊന്ന് നോക്കിയിട്ട്, ഇതിൽ സോട്ട് അനാലിസിസ് എന്ന് പറയാം, നമ്മൾ ഓരോന്നിനെയും അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഇതിലുള്ള സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇക്കാര്യത്തിൽ എനിക്കുള്ള മൈനസ് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ, നമ്മൾ നമ്മുടെ സെൽഫിന് വേണ്ടി കുറച്ച് സമയം ഒന്ന് ചിലവഴിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ ഈ പാർട്ടിനെ എങ്ങനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാമെന്ന് ഓരോന്നിലും നമ്മളിങ്ങനെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പർപ്പസ്ഫുള്ളായിട്ട് തന്നെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പർപ്പസുമില്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പർപ്പസ്ഫുള്ളി ആയിട്ട് ചില കാര്യങ്ങളെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിനെയും നമ്മുടെ പർപ്പസുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അപ്പോഴാണ് നമ്മൾ നമ്മുടെ പർപ്പസിലേക്ക് നടക്കുന്ന ഒരാളായിട്ട് മാറുക. 1ാം സ്റ്റെപ്പ് കഴിഞ്ഞിട്ടേ എത്രയായാലും 100ാം സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റൂ എന്ന് ചുരുക്കി മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഡിവൈൻ പർപ്പസിനെ നമ്മൾ കണ്ടെത്താൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം. ഏറ്റവും മൊയസ്സറായിട്ട്, കുല്ലു മൊയസ്സറും ലിമാ ഖുലിഖ, ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. 2ാമത്തെ ഒരു കാര്യം, ചെറുപ്പകാലത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന ചില സ്വപ്നങ്ങളെ ഒന്നിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാം. ചെറുപ്പത്തിലേക്ക് പോയിട്ട്
ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ, ആൽക്കെമിസ്റ്റിൽ പറയുന്നുണ്ടല്ലോ, നിയോഗങ്ങളെക്കുറിച്ച്, അവനവൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് ചെറുപ്പത്തിൽ എല്ലാവർക്കും കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. പിന്നീട് അത് പല കാര്യങ്ങളും വന്നു ചേർന്ന് അതിൻ്റെ മേലെ എങ്ങനെ വന്നു ചേർന്ന് അത് മറന്നുപോയതാണ്. അപ്പം ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എന്താക്കിയിട്ടുണ്ടാകും. ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ഡിവൈൻ പർപ്പസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജീവിതത്തിൻ്റെ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തിപ്പെട്ട ആൾക്കാരെക്കുറിച്ചൊക്കെ അവരുടെയൊക്കെ ആത്മകഥകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആത്മഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമായിരിക്കും, അവർ പറയുന്നൊരു കാര്യം, എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നൊരു പോയിൻ്റ് ആയിരിക്കും, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ബിസിനസ്, ഉദാഹരണത്തിന് ഒരു വലിയ ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അയാൾ പറയും, ഞാൻ ചെറുപ്പത്തിലെ ഈ ബിസിനസ് എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമായിരുന്നു. നല്ലൊരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ട്രെയിനർ ആണെന്നുണ്ടെങ്കിൽ അയാൾ പറയാം, ഞാൻ ചെറുപ്പത്തിലെ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളുടെ ചെറുപ്പത്തിൽ അയാൾ കണ്ട സ്വപ്നത്തിലേക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിവൈൻ പർപ്പസിനെ കണ്ടെത്താനുള്ള രണ്ടാമത്തെ ഒരു വഴി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്നുള്ളത്, നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയും അന്ന് നാം കണ്ടിരുന്ന സ്വപ്നങ്ങളെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ നിയോഗത്തിലേക്ക്, നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന കുറേ അടയാളങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാകും. നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഓരോ അടയാളങ്ങൾ ഇങ്ങനെ നമുക്ക് മുന്നിൽ ചില സമയത്തൊക്കെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ജീവിതങ്ങൾ, ചില സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നത്, എന്നിട്ട് അതിൽ നിന്ന് നമുക്കൊരു വെളിച്ചം കിട്ടിയിട്ട് നമ്മൾ അതിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റൊരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇത് നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടെ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് നമ്മെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വേണ്ട അടയാളങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഖുർആനിൽ പടച്ചവന് കുറേ സത്യം ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. 10-11 സത്യങ്ങൾ ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യം, മനസ്സിനെ ശുദ്ധീകരിച്ച ഒരാൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. മനുഷ്യൻ്റെ നഫ്സിനെ നേരായ രീതിയിൽ കൊണ്ടു നടന്ന പടച്ചവൻ, അതിനെ പാകപ്പെടുത്തിയെടുത്ത പടച്ചവൻ. എന്നിട്ട് പറയുന്നുണ്ട് ഫഅൽഹമഹ, ഓരോ മനുഷ്യൻ്റെയും നഫ്സിന് പടച്ച റബ്ബ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്, ആ നഫ്സിനെ പടച്ചവൻ അറിയിച്ചു കൊടുത്തിട്ടുണ്ട് തഖ്വാഹ, അതിൻ്റെ തഖ്വ എന്താണ് എന്ന്. ഓരോ വ്യക്തിയുടെയും തഖ്വ വ്യത്യാസപ്പെട്ടിരിക്കും. അതേപോലെ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, ഒരാൾ, ഓരോ വ്യക്തിയും ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള ഒരു ഉൾവിളി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് പടച്ച റബ്ബ് ഇട്ടുകൊടുത്തിട്ടുണ്ടാകും. നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, കേൾക്കാറുള്ള ഗുരുക്കന്മാർ പറയാറുള്ളൊരു കാര്യമാണ്, തെരഞ്ഞെടുത്തവൻ നയിക്കും എന്നുള്ളത്. തെരഞ്ഞെടുത്തവൻ നയിക്കും. നമ്മെ ഒരു ഡിവൈൻ പർപ്പസ് കണ്ടിട്ട് പടച്ച റബ്ബ് പടച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ നമുക്ക് അതിനു വേണ്ടിയുള്ള വഴികളിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടാകും. ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ബോധപൂർവം മാറി നടക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെല്ലാം ഡിസോർഡറായി കാണുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെട്ടൊരു കാര്യമായിരിക്കും, എന്തോ ജീവിതത്തിനൊരു ഓർഡർ ഇല്ല എന്ന് നമുക്കിങ്ങനെ തോന്നുകയും, എന്നിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിലൊന്ന് നമ്മൾ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, അതിനെ ഞാൻ വീണ്ടും ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഒരു ഈസിനെസ് വരുന്നത്, ഒരു ഓർഡർ വരുന്നത് കാണാൻ പറ്റുന്നൊരവസ്ഥ. ഇത് ഓരോരുത്തരും അനുഭവിച്ചൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഈ ഓരോ കാര്യങ്ങളെയും നമ്മളിങ്ങനെ അനലൈസ് ചെയ്താൽ തന്നെ നമുക്കുള്ള പാഠങ്ങൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പാഠങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഉള്ളിൽ നിന്ന് ഇൻഡ്യൂഷനായിട്ട്, ഒരു ഉൾവിളിയായിട്ട് വരുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്ക് പോകുന്ന സമയത്ത് ചില കാര്യങ്ങളിലേക്ക്, നാം തുടക്കത്തിൽ പറഞ്ഞു, ചലഞ്ചിങ് ആയ ചില സിറ്റുവേഷനുകളിൽ മറ്റാരും കാണിക്കാത്ത ചില ധൈര്യം നമ്മൾ കാണിക്കും. മറ്റാരും കാണിക്കാത്ത ചില ധൈര്യം നമ്മൾ കാണിക്കാറുണ്ട്. ആൽക്കെമിസ്റ്റിൽ ഒരിടത്ത് പറയുന്നുണ്ട്, ആൽക്കെമിസ്റ്റിൽ ആ സാന്റിയാഗോയും അതേപോലെ തന്നെ ആ ഇംഗ്ലീഷുകാരനും ഇങ്ങനെ സഞ്ചരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ആത്മധൈര്യമുള്ളവനെ പ്രകൃതിയുടെ വിളിയാളങ്ങളെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുകയുള്ളൂ എന്ന്. പ്രകൃതിയുടെ വിളിയാളങ്ങൾ കേൾക്കാൻ
ഒരു യൂണിവേഴ്സൽ മൈൻഡ് നമ്മളിലേക്ക് കണക്റ്റ് ചെയ്ത് വരാൻ എന്ന് പറഞ്ഞാൽ ഡിവൈൻ വിളിയാൽ, ഒരു ഡിവൈൻ കോൾ, ഒരു ദൈവികമായ ഒരു ഉൾവിളി നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആത്മധൈര്യങ്ങൾ ഉണ്ടായി വരേണ്ടതുണ്ട്. സോഷ്യൽ വർക്കറായിട്ടുള്ള ഒരാൾ, സാമൂഹ്യ സേവനത്തിൽ അത്രയേറെ ആഴ്ന്നിറങ്ങിയ ഒരാൾ, അയാൾ സോഷ്യൽ ലൈഫിൽ അല്ലെങ്കിൽ സോഷ്യൽ സർവീസിൽ ചില ധൈര്യങ്ങൾ കാണിക്കേണ്ടി വരും. അറിവിൻ്റെ ചില വഴികളൊക്കെ തുറന്നു തരുന്ന ആൾക്കാർ, മഹത്തുക്കളായ ചിലരൊക്കെ, അവർ ആ അറിവിൻ്റെ സമ്പാദനത്തിന് വേണ്ടി അല്ലെങ്കിൽ അറിവിൻ്റെ പ്രസരണത്തിന് വേണ്ടി അവർ കാണിക്കുന്ന ചില ധൈര്യങ്ങളുണ്ടാകും. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു പോകും, ഇത്രയേറെ എതിർപ്പുകളുള്ള സമയത്ത് എങ്ങനെയാണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന്. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള പല ഡിസ്ട്രാക്ഷനുകളെയും നമ്മൾ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് ഈ പർപ്പസിലേക്ക് എത്തുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് നോക്കും. ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്കും പലരും നോക്കുന്നുണ്ടാകും, എങ്ങനെയാണ് ഇത്രയേറെ ചലഞ്ചിങ് ആയ സിറ്റുവേഷനുകളിൽ നിന്ന് വളർന്നു വന്നിട്ട് അല്ലെങ്കിൽ അതിലൂടെയൊക്കെ കടന്നു വന്നിട്ട് നിങ്ങൾ ഈ വിജയത്തിലേക്ക് എത്തിയത് എന്ന് വളരെ അത്ഭുതത്തോടെ ചിലപ്പോൾ നമ്മോട് ചില കാര്യങ്ങൾ ചോദിച്ചേക്കാം. വലിയ വിജയങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ കാണേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമുക്ക് അതിൻ്റെ മാഹാത്മ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വിജയങ്ങൾ. ചെറുപ്പത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റാത്തൊരാൾക്ക് വലുതിൻ്റെ വലുപ്പവും അനാവൃതമാവുകയില്ല. ചെറുപ്പത്തിൻ്റെ വലുപ്പം ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാളുടെ മുന്നിൽ വലിയ വലിയ കാര്യങ്ങളുടെയും അർത്ഥങ്ങൾ ഒരിക്കലും അനാവൃതമായിട്ട് തുറന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മുടെ മുന്നിൽ വലിയ വലിയ കാര്യങ്ങളുടെ രഹസ്യങ്ങൾ തുറക്കപ്പെടുകയുള്ളൂ. ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ എല്ലായിടത്തും കുറേയേറെ രഹസ്യങ്ങൾ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലുണ്ടാകും രഹസ്യങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ബന്ധങ്ങളിലുണ്ടാകും രഹസ്യങ്ങൾ, നമ്മളിലേക്ക് ചേർന്ന് വന്ന ചില ജീവിതങ്ങളെ ഒന്ന് ആഴത്തിൽ അനലൈസ് ചെയ്ത് നോക്കിയാൽ അത് ഒരുപക്ഷെ സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ സഹപ്രവർത്തകരാകാം, ചിലപ്പോൾ സഹപാഠികളാവാം, എല്ലാവർക്കും ഉണ്ടാവുന്ന അനുഭവമായിരിക്കും. ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മിലേക്ക് മറ്റൊരാൾ നമ്മുടെ അടുത്തേക്ക് വരികയും എന്തെങ്കിലും ചെറിയ ഒരു വാക്കുകൊണ്ട് നമ്മെ വല്ലാതെ പ്രചോദിപ്പിക്കുകയും ചെയ്ത ചില സംഭവങ്ങളുണ്ടാകും. അത് മറ്റുള്ളവർക്ക് എന്നോട് ഇന്ന ആൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ ഞാൻ വല്ലാതെ മോട്ടിവേറ്റഡായി, അങ്ങനെ ഞാൻ അതിലേക്ക് ഇറങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അവർക്കൊരു പക്ഷെ അതിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ആ വാക്ക് തട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ, ചില വ്യക്തികൾ ഇങ്ങനെ കടന്നു വരുന്നത് അവർ പ്രത്യേകമായൊരു പർപ്പസുമായിട്ടായിരിക്കും നമ്മിലേക്ക് വരുന്നുണ്ടാവുക. ആൽക്കമിസ്റ്റിലേക്ക് തന്നെ വീണ്ടും പോയി നോക്കാം. ആൽക്കമിസ്റ്റിലെ അടുത്ത് പറയുന്നുണ്ട്, 2 ആത്മാവ് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട്. 2 ആത്മാക്കൾ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുമുണ്ട്. അതിൽ ഒരാത്മാവെന്ന് പറയുന്നത് നമ്മുടെ തന്നെ ആത്മാവാണ്. ഒരാത്മാവ് നമ്മൾ തന്നെയാണ്. എന്നാൽ മറ്റൊരാത്മാവെന്ന് പറയുന്നത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പൂർണ്ണനാകുന്നത് മറ്റു പലതിലേക്കും ചേർന്ന് നിൽക്കുമ്പോഴാണ്. ഒരു വ്യക്തി പൂർണ്ണനാകുന്നത്, പൂർണ്ണതയിലേക്കുള്ള അയാളുടെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെ മറ്റു ചിലതിലേക്കൊക്കെ ചേർന്ന് നിൽക്കുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ആ ചേർന്ന് നിൽക്കേണ്ടത്, ഞാൻ എന്തിലേക്കാണ് ചേർന്ന് നിൽക്കേണ്ടത് എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ എന്തിലേക്കാണ് ചേർന്ന് നിൽക്കേണ്ടതെന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തണം. താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ തൻ്റെ പാതി നാം ചെയ്തു വെച്ചാൽ ദൈവത്തിൻ്റെ പാതി അവിടെ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പാതി എപ്പോഴും അവിടെ ഓപ്പണാണ്. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയാറുള്ളവരോട് നമ്മൾ പറയാറുള്ളത്, എന്തിനു മുട്ടണം, എപ്പോഴും തുറന്നിരിക്കുന്ന വാതിലല്ലേ, കടന്നു വന്നോളൂ എന്നാണ്. അപ്പോൾ ആ വഴി എപ്പോഴും ഓപ്പണാണ് അവിടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? താൻ പാതി ദൈവം പാതിയിൽ ദൈവത്തിൻ്റെ പാതി ഓൾറെഡി അവിടെ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ പാതി നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ഭാഗം നിർവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തിൻ്റെ പാതിയിലേക്കുള്ള റബ്ബ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള, നേരത്തെ പറഞ്ഞ കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു, അവനവൻ നിയോഗിക്കപ്പെട്ട കാര്യത്തിന് അവരുടെ വഴികളെല്ലാം എളുപ്പമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആ കാര്യം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും.
അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ ഇങ്ങനെ പരിശ്രമിച്ച് നോക്കിയപ്പോൾ എൻ്റെ മുന്നിൽ വഴികൾ ഓരോന്നിങ്ങനെ തെളിഞ്ഞു വരികയായിരുന്നു എന്ന് നമ്മൾ അത്ഭുതത്തോടെ പറയും. റബ്ബിൻ്റെ സ്നേഹത്തിൻ്റെ ഒരടയാളമാണത്. നീ ചെയ്യേണ്ടത് ചെയ്തോളൂ, എന്നാൽ നിനക്കുള്ളത് ഞാൻ ഒരുക്കി വെച്ചത് നിനക്ക് ഞാൻ കാണിച്ചു തരും. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾ നല്ലപോലെ ഒന്ന് ജീവിച്ച് കാണിക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച സ്വർഗീയ സുഖങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം ഇങ്ങനെയും നമുക്ക് കാണാം. നിങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്തോളൂ. അമലു ഫക്കുല്ലും ലിമാ ഖുലിഖ ലഹു. നിങ്ങളുടെ ഡിവൈൻ പർപ്പസ് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾക്ക് ഞാൻ ഒരുക്കി വെച്ച കാര്യങ്ങളെ. ഒരു മഹാൻ പറയുന്നുണ്ട്, നീ നിൻ്റെ നഫ്സിൻ്റെ, നിൻ്റെ ശരീരത്തിൻ്റെ, നിൻ്റെ ആത്മാവിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും തിന്മയിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, നിനക്കൊരിക്കലും അശ്രദ്ധനാകാൻ പറ്റില്ലല്ലോ. നീ ആരാണെന്നറിയുമോ? നിനക്ക് വേണ്ടിയാണ് മോനെ സ്വർഗം പടക്കപ്പെട്ടിട്ടുള്ളത്, നിനക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ പടക്കപ്പെട്ടിട്ടുള്ളത്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടിരിക്കുന്നു എന്ന് പടച്ചറബ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നുള്ള മൊത്തത്തിലുള്ളതാണോ? മൊത്തത്തിൽ മാത്രമല്ല, എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ് എല്ലാം. അതെനിക്ക് ചുറ്റുമുള്ള വ്യക്തികളാവട്ടെ, വസ്തുക്കളാവട്ടെ, ജീവനുള്ളതാവട്ടെ, ജീവനില്ലാത്തതാവട്ടെ, ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എൻ്റെ ചുറ്റുമുള്ളതെല്ലാം എനിക്ക് വേണ്ടി പടക്കപ്പെട്ടതാണ്. അങ്ങനെ കാണുമ്പോഴുള്ളൊരു രസം എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിനും ഇതെനിക്ക് മാത്രമായിട്ട് ഒരുക്കപ്പെട്ടത് എന്നുള്ള രീതിയിൽ നമ്മളതിന് വാല്യൂ കണ്ടു തുടങ്ങും. നമ്മുടെ വീട് ഇതെനിക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട വീടാണ്, ഞാൻ ഇരിക്കുന്ന ചെയർ എനിക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നാം ആ ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട്, നമ്മുടെ ജീവിതം പോലും നമുക്ക് ശാശ്വതമല്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഒന്നും ശാശ്വതമല്ല. നൈമിഷികമാണെങ്കിൽ പോലും ഒരു നിമിഷത്തേക്കാണ് നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്നതെങ്കിൽ പോലും ആ ഇരിപ്പിടം ആ നിമിഷത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ആ ബോധത്തോടു കൂടി ഞാൻ അതിലിരിക്കുമ്പോൾ എനിക്ക് മാത്രം നൽകപ്പെട്ട സമ്മാനം എന്നുള്ള രീതിയിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മുന്നിലേക്ക് വരുന്ന വ്യക്തികൾ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്, എൻ്റെ മുന്നിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. അത് പോസിറ്റീവാകട്ടെ നെഗറ്റീവാകട്ടെ. എൻ്റെ മുന്നിൽ വരുന്ന പോസിറ്റീവായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒരാളുടെ ജീവിതത്തിലും പോസിറ്റീവ് മാത്രം സംഭവിക്കുക എന്നുള്ളത് ഉണ്ടാവുകയേ ഇല്ല. ഒരാളുടെ ജീവിതത്തിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമേ നടക്കൂ എന്നുള്ളത് ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് നെഗറ്റീവ് മാത്രമേ നടക്കൂ എന്നുള്ളതും ഉണ്ടാകില്ല. നമ്മുടെ ഫോക്കസ് എന്തിലേക്ക് പോകുന്നു എന്നതിനനുസരിച്ചിരിക്കും. ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു ദിവസത്തിൻ്റെ അവസാനം ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാകും, ഇന്നത്തെ ദിവസം ആകെ കുളമായി പോയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ടോ നമ്മൾ അന്ന് സംഭവിച്ച ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യത്തെ മാത്രം എടുത്തിട്ട് പറയുകയും ചെയ്യും. ആ ദിവസം നമുക്ക് സംഭവിച്ച മറ്റനേകം സംഗതികളെയും വസ്തുക്കളെയും സാഹചര്യങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ പറയും, ഇന്നത്തെ ദിവസം ആകെ കൊളായി. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ എണീറ്റത് മുതൽ ആ നിമിഷം വരെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ആ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഒരിറക്ക് വെള്ളം മറ്റൊരു ഉപകരണത്തിൻ്റെയും സഹായമില്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമല്ലേ. എന്നിട്ട് നമ്മൾ പറയും ഇന്നത്തെ ദിവസം ആകെ കുളമായി എന്ന്. നമ്മുടെ ഫോക്കസ് എന്തിലേക്ക് പോകുന്നോ അവിടേക്കായിരിക്കും, അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണുക. ഇതൊരു ദിവസത്തിൻ്റെ കഥയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കഥയും. ജീവിതത്തിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ സാഹചര്യങ്ങളെ അതിൻ്റേതായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നമുക്കൊരു പോസിറ്റീവ് കാണാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഒന്നും സംഭവിക്കില്ല, നെഗറ്റീവ് സംഭവിച്ചതിനൊക്കെ ഞാൻ പോസിറ്റീവായിട്ടേ കാണൂ എന്നുള്ള ഒരു പിടിവാശിയോടുകൂടി കാണുകയല്ല വേണ്ടത്. ചില കാര്യങ്ങളെ നെഗറ്റീവാണ്, ഞാനത് സമ്മതിക്കുന്നു എന്ന രീതിയിൽ തന്നെ നമ്മൾ ഏറ്റെടുക്കണം, ആക്സെപ്റ്റ് ചെയ്യണം. എല്ലാം പോസിറ്റീവായിട്ട് മാത്രം ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് സംഭവിച്ചത് നെഗറ്റീവാണ്, ഞാനത് സമ്മതിക്കുന്നു. ഈ നെഗറ്റീവിലൂടെ എന്നിലേക്ക് വരാനിരിക്കുന്ന പാഠം എന്താണ്?
ഈ നെഗറ്റീവിലൂടെ എന്നിലേക്ക് വരാനിരിക്കുന്ന പാഠം എന്താണ് എന്ന് നാം ആലോചിച്ചാൽ ആ നെഗറ്റീവിലുള്ള പോസിറ്റീവ് നമുക്ക് കിട്ടും. അല്ലാതെ ഇതൊക്കെ പോസിറ്റീവാണ്, ഇതൊന്നും നെഗറ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നടന്നാൽ നമ്മളിങ്ങനെ നമ്മുടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് എന്നുള്ള രീതിയിൽ നമ്മെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയായിരിക്കും. നേരെ മറിച്ച് ആക്സെപ്റ്റ് ചെയ്താലോ, നമ്മളതിനെ സമ്മതിച്ചാൽ, ഓക്കെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചില പിഴവുകളെ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്, എൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ തെറ്റുവരികയോ ഞാൻ ചെയ്തിട്ടത് പേച്ചു പോവുകയോ എന്ന ഒരു, ശരിക്ക് പറഞ്ഞാൽ അതൊരു ഈഗോയല്ലേ? ശരിക്ക് പറഞ്ഞാൽ അതൊരു ഈഗോ സെൽഫിൻ്റെ ഭാഗമല്ലേ? നീ ആരാണ്? എനിക്കതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ ഞാനത് ചെയ്തപ്പോൾ തെറ്റിപ്പോയല്ലോ എന്നിങ്ങനെ വേപത് പൂണ്ടിരിക്കും. സത്യത്തിൽ നീ ആരാണ്? ഒന്നിനും കഴിയാത്തവനാണ്. ദറബല്ലാഹു മസലൻ അബ്ദൻ മംലൂക്കൻ ലാ യഖ്ദിറു അലാ ഷൈഅ. അല്ലാഹു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് മനുഷ്യനെ കുറിച്ച്, ഒന്നിനും സാധിക്കാത്ത മനുഷ്യനെന്ന്. എൻ്റെ അടുത്ത് നിന്ന് തെറ്റ് വന്നു പോയല്ലോ എന്ന്, എന്നാലും അത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എൻ്റെ അടുത്ത് ആ തെറ്റ് വന്നു പോയല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഖേദം വരും. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല ഞാൻ. ഒരു സംവിധാനത്തിന്, ഒരു സ്രഷ്ടാവിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വന്നു എന്ന് പറയുമ്പോൾ അത് നമ്മെ കുറ്റബോധത്തിലേക്ക് നയിക്കുന്നതിന് പകരം അടുത്ത ഒരു ഉണർവിലേക്ക് നമ്മെ അത് നയിക്കും. ഇതേപോലെ തന്നെയാണ് എന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കൂലല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് നടക്കുന്നത്. എന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കില്ലല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് നടക്കുന്നത് ഇതേ കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല എന്ന് നിനക്ക് മനസ്സിലാക്കുന്നിടത്താണ് നിൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുക. നിന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, എല്ലാം മേലെ നിന്ന് ഒരു പെർമിഷൻ പോലെ നിമിഷാനുനിമിഷം ഇങ്ങനെ അനുനിമിഷം നമ്മളിലേക്ക് ആ പെർമിഷൻ വന്നുകൊണ്ടേയിരിക്കുമ്പോൾ, ആ കഴിവ് ഡിവൈനായിട്ടുള്ള ആ പവർ വന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നുള്ളൂ. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന ബോധത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കുള്ള, നമ്മുടെ ലൈഫ് പർപ്പസിലേക്കുള്ള, നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്കുള്ള വഴികൾ ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നതായിട്ട് കാണാനും പറ്റും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വരുന്ന വ്യക്തിത്വങ്ങളിലെല്ലാം നമുക്ക് പാഠങ്ങൾ ഉണ്ടാകുന്നത്, വരുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് പാഠമുണ്ടാകുന്നത്. എല്ലാത്തിലും ഇതിലെൻ്റെ പാഠം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്നതിന് പകരം, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് പകരം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിലൂടെ എന്നെ എൻ്റെ റബ്ബ് എന്ത് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാത്തിലും പാഠമുണ്ടാകില്ലേ? നമ്മൾ തന്നെ ജീവിതത്തിൽ പലവട്ടം പറഞ്ഞൊരു കാര്യമായിരിക്കും, അന്ന് അതൊക്കെ എന്തിനായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴിങ്ങനെ ക്ലിയറായിട്ട് വരുന്നു എന്ന്. സത്യത്തിൽ അന്ന് തന്നെ നമുക്കത് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ്, ഒരു അന്വേഷിയുടെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ അവിടേക്കൊരു വെളിച്ചം തേടി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വെളിച്ചം നമുക്ക് അന്നേ കിട്ടുമായിരുന്നു. അന്വേഷിയാവുക എന്നുള്ളത് മാത്രമാണ്. ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ വഴിവിളക്കായി തെളിഞ്ഞു നിന്ന ജീവിതങ്ങളെല്ലാം വെളിച്ചം തേടിയവരായിരുന്നു. ഈ പ്രപഞ്ചത്തിൽ വഴിവിളക്കായിട്ട് നമ്മൾ കാണുന്ന മഹാഗുരുക്കന്മാരും മഹാവ്യക്തിത്വങ്ങളെല്ലാം വെളിച്ചം തേടിയവരായിരുന്നു. എല്ലായിടത്തും അവർ വെളിച്ചം തേടി. എവിടെയാണ് വെളിച്ചമുള്ളത് എന്ന് അന്വേഷിച്ചു. ജീവിതത്തിൽ അവർ സംഭവിക്കുന്ന കാര്യത്തിൽ വെളിച്ചം അന്വേഷിച്ചു. മുന്നിലേക്ക് വരുന്ന വ്യക്തികളിൽ വെളിച്ചം അന്വേഷിച്ചു. അങ്ങനെ കാണുമ്പോൾ നമുക്ക് എല്ലാവരോടും ഒരു റെസ്പെക്റ്റ് തോന്നും. ആരെയും അവമതിക്കാൻ നമുക്ക് തോന്നുകയുമില്ല. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അടുക്കുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് തോന്നുകയും ചെയ്യും. ഓരോ നിമിഷവും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ പർപ്പസിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുമെന്ന് നമുക്ക് തോന്നും. നമുക്കുണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ നിൽക്കുന്നൊരു സമയത്ത് വല്ലാത്തൊരു എനർജി ആയിരിക്കും. ഇതിതാ പൂർണ്ണതയിലേക്ക് എത്തുന്നു, ഞാനിതാ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ആവേശമുണ്ടാകും. ആ ആവേശം സത്യത്തിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉൾവിളിയാണ്, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഡിവൈൻ പർപ്പസിന് ഓരോ സ്റ്റെപ്പുകൾ ഉണ്ടാകും. ആ സ്റ്റെപ്പുകളെയൊക്കെ എൻ്റെ പർപ്പസിലേക്കുള്ള വഴിയായിട്ട് ഞാൻ കാണുകയാണെങ്കിൽ എൻ്റെ ജീവിതം എളുപ്പമാകും. ജീവിതം അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു ഫ്ലോ സ്റ്റേറ്റിൽ അങ്ങനെ പോകുന്നത്.
നമ്മൾ നേരത്തെ ഒരു ഹാഫിദിൻ്റെ ഖിറാഅത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു. അതേപോലെ വളരെ സൂത്തിങ് ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്ക് വളരെ എളുപ്പത്തിലെത്താൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നാം അവഗണിക്കരുത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ, എത്ര ചലഞ്ചിങ് ആയ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണി നമുക്കുണ്ടെങ്കിൽ, ആ ഒരു പണിക്ക് ചുറ്റും പല ചലഞ്ചുകൾ ഉണ്ടെങ്കിലും നമ്മളതിനെയൊക്കെ മറികടന്നിട്ട് വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഉൾവിളി നമുക്കുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഡിവൈൻ പർപ്പസ്. അതായിരിക്കും ഒന്നുകിൽ അതായിരിക്കും നമ്മുടെ ഡിവൈൻ പർപ്പസ്, അല്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക, എല്ലാത്തിലുമുള്ള വെളിച്ചം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. നമുക്ക് പാഠമുണ്ടാകും. നമ്മുടെ ഡിവൈൻ പർപ്പസിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താനും പറ്റും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു പ്രത്യേകമായ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ കാണുമ്പോൾ നമുക്ക് വിജയത്തിലേക്കുള്ള സൂചനകൾ തന്നുകൊണ്ടേയിരിക്കും. ലക്ഷ്യത്തിലേക്ക് എത്തിയ ആൾക്കാരെല്ലാം സൂചനകളെ വായിക്കാൻ ശ്രമിച്ചവരായിരുന്നു. സൂചനകളിലൂടെ, അടയാളങ്ങളിലൂടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് കടന്നവരായിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥയിൽ എന്തൊക്കെ അടയാളങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് അന്വേഷിച്ച് നോക്കുക. നമ്മുടെ അടുത്ത വഴി എന്താണെന്ന് തെളിഞ്ഞു വരും. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും അവരവരുടെ പർപ്പസിലേക്ക് മുന്നോട്ടേക്ക് നയിക്കാനുള്ള വഴികൾ തെളിഞ്ഞ് വരുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സാറ്റർഡേ ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കാണാം, പുതിയ വിസ്ഡവുമായിട്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളെ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചതിന് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു വൺസ് അഗെയിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.